പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജാനു പറഞ്ഞ കഥ എന്ന പഴയ കാലത്ത് എഴുതിയ 2 കഥകളാണ് വായിക്കുന്നത്. അത് ആദ്യകാലത്തെ കഥകളാണ്. ജാനു പറഞ്ഞ കഥ മാധവിക്കുട്ടിയുടെ കഥകളാണ്. ഇന്നാളൊരീസം ഉച്ചയാകുമ്പോൾ ഞാൻ പറയേ, ഇൻ്റെ കഥ ഒന്നങ്ങോട്ട് എഴുതിക്കോളോ, വായിച്ചോര് കരയാണ്ടിരിക്കില്ല, അത്രയ്ക്ക് ദുഃഖ എൻ്റെ കഥയിൽ നിന്ന്. അപ്പോൾ മാധവിക്കുട്ടിയമ്മ പറയണ്, ജാനോ എൻ്റെ കഥ നീ തന്നെ എഴുതിക്കോ, അത് പേപ്പറുകാർ മേടിച്ചാൽ അതിൻ്റെ കാശ് നിനക്ക് തരാമെന്ന്. ഇക്കണ്ട കഥകളും എഴുതാറിയണു, ഞാൻ സ്കൂളും പോയിട്ടില്ല, ഇന്നെ ആരും ഇംഗ്ലീഷും പഠിപ്പിച്ചിട്ടില്ല, ഇൻ്റെ അമ്മാവൻ വേലുട്ടിയാരെ കേട്ടിട്ടില്ലേ, കേൾക്കാണ്ടിരിക്കില്ല. പൊന്നാനി താലൂക്കിലെ അമ്മാമയെ അറിയാത്തവരുണ്ടാവില്ല. തെങ്ങുറ്റക്കാരൻ വേലുട്ടിയാരെന്നും പറയും. അമ്മാമ വരച്ച വരെ നിർത്തിയിട്ടാ ഇന്നെ വളർത്തി ഉണ്ടാക്കിയത്. മുറ്റത്തുനിന്ന് ഇറങ്ങണമെങ്കിൽ അമ്മാമയോട് ചോദിക്കണം. ഇൻ്റെ അടുത്ത പെണ്ണുങ്ങള് വൈകുന്നേരമായ കാറ്റ് കൊള്ളാൻ പോവേ ആണുങ്ങളായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കൊന്നുമില്ല. ജോലി ഉണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് കുത്തിരിക്കുക. ഗുരുവായൂർ ഏകാശിയാണ് ഒരിക്കൽ പോയി. അമ്മാമ ഉണ്ടായിരുന്നു കൂടെ. അന്ന് എൻ്റെ താഴെയുള്ള രാമോരൻ ഈ ചെറിയൊരു ചെക്കനായിരുന്നു. ഓനെടുത്ത് ഒക്കത്ത് വെച്ച് നടന്ന് ഞാൻ വല്ലാണ്ട് വലഞ്ഞു. അന്നൊക്കെ ഓനെന്ത് താടിയാർന്ന്. ഇപ്പോൾ വയനാട്ടിലെ ജോലിയൊക്കെ ആയി. കണ്ടോ കോലം. എനിക്ക് എപ്പോഴും ഓനെ പറ്റി ഓർക്കുമ്പോൾ അമ്മ ഇട്ട് പറ്റും. ഇപ്പം ഞാൻ രാമോനും ബാക്കിയുള്ളവരൊക്കെ പോയില്ലേ. എൻ്റെ നേരെ മൂത്തത് ദണ്ണായിട്ട് 3 ദിവസമേ കിടന്നുള്ളൂ. പനി ഛർദി. എന്താ ചെയ്യുക, യോഗല്ലേ, തരാൻ പിരിച്ചതേ തരൂ. എൻ്റെ മാധവിക്കുട്ടിയമ്മേ, കാശുണ്ടായിട്ടും ഫലമില്ല, അറിവുണ്ടായിട്ടും ഫലമില്ല, ഗുരുവായൂരപ്പൻ തരാൻ വിധിച്ചതേ തരൂ. കഥ ഞാനത് മറന്നേക്കണ്. എൻ്റെ പേരറിയാലോ, ജാനൂന്ന്. ജാതി നായര് പള്ളിച്ച. ശരി ഞാൻ പറയാം. തുടക്കം തൊട്ട് പറയാണ്ട് എങ്ങനെയാ മാധവിക്കുട്ടിയമ്മേ കഥ പറയുക? നാളെ വെളുത്തെടുത്ത നാണി എന്നോട് പറയേ, ജാനോമ വരണ ഗുരുവായൂർക്ക്, ഏകാശിയല്ലേ, വരണ ഈ വെള്ളിയാഴ്ച തൊഴാൻ പോണ്ടേ. ഓളും ചാലിയത്തിപ്പാറും എല്ലാ കൊല്ലും തൊഴാൻ പോകും. തിക്കും തിരക്കും കൊള്ളാൻ എന്നെ കൊണ്ടാവില്ലേ. ഞാൻ പറഞ്ഞു, നാണി ഇപ്പോൾ പറയുക ജാനോമ തിക്കും തിരക്കും കൊള്ളിക്കാണ്ട് തൊഴിച്ച് കൊണ്ടുവരാന്ന്. അതെങ്ങനെയാ നാണിയേ ഞാൻ ചോദിച്ചു. അപ്പോൾ ഓള് പറയാ, അതൊക്കെ വഴിയുണ്ട്. എന്ത് വഴിയാ? പെരുവഴിയാ ഞാൻ ചോദിച്ചു. ഓള് ചിറിച്ച് കിടന്ന് ഉരുണ്ടു. ജാനോമേ, കൂട്ടിന് കിട്ടിയാ പിന്നെ ചിരിക്കാ ഒന്നും വേണ്ട. ഓള് പറയാ, ഏതായാലും ഞാൻ പുറപ്പെട്ടു, ഏകാശിയല്ലേ, അങ്ങനെ വല്ല പുണ്യവും കിട്ടാനുണ്ടെങ്കിൽ കിട്ടട്ടെ. അല്ല മാധവിക്കുട്ടിയമ്മേ, അപ്പോൾ പോണോരാരൊക്കെയാ? ഞാന്, വെളുത്തെടുത്ത നാണി, ചാലിയത്തി പാറു, തല മൂത്തതായിട്ട് അടപ്പേല ലക്ഷ്യമ്മ, പിന്നെ ആ കോന്ത്രംവല്ലി കമലാക്ഷിയും. ലക്ഷ്യമ്മയുടെ രണ്ടാമത്തേത് മോളെ, മൂത്തത് കോയമ്പത്തൂരാ, ഒരു പണിക്കര സംബന്ധം. 80 ഉറുപ്പ്യ അത്ര ശമ്പളം. എന്നിട്ടെന്താ ഈ ആദിമോശം അത്രേ. ഞാനോ ഇക്ക് ഇശ്വലേ, ഞാൻ നാട്ടുകാർ പറയണത് കേട്ടതാ. അത് ശരിയാ, ജാതി മാനം ഒന്നുമില്ല അപ്പോൾ കാശുള്ളവർക്ക്. പക്ഷേ ഞങ്ങൾക്കാർക്കും പരിഷ്കാരവും പഠിപ്പും ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ജാതി ഉണ്ട്. ഇന്നെ കൊണ്ടാവില്ല ഒരു തുലുക്കന കല്യാണം കഴിക്കാൻ. പറഞ്ഞു കഥയുടെ കാര്യം പറഞ്ഞു. അതേപ്പോൾ നന്നായി. ഞങ്ങൾ തോണി കയറി ഇരുന്നപ്പോഴേക്ക് അടപ്പേല ലക്ഷ്യമ്മ പറയാ, അല്ല ജാനൂന് എന്നേ ഭക്തി തുടങ്ങിയേ? ആയമ്മയുടെ നാവ് ചെലക്കാണ്ടിരിക്കില്ലല്ലോ. ഞാൻ അപ്പ കൊടുത്തു ഒരു മറുപടി. എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഏതായാലും ആയമ്മ ഇല്ലാണ്ടായി. വെക്കേണ്ടടത്ത് വെക്കണം, ഇരിക്കേണ്ടടത്ത് ഇരിക്കണം. അങ്ങനെയല്ലേ മാധവിക്കുട്ടിയമ്മേ? ഇക്ക് ദേഷ്യ.
ദേഷ്യമില്ല, ഒന്നുമില്ല. ആയമ്മയ്ക്ക് വലിയ പവറാ. കോയമ്പത്തൂരല്ലേ മോള്. മരുവനെ കണ്ടാ മതി, പിന്നെ ഒരാഴ്ചക്ക് ചോറ് ഇറങ്ങില്ല. ഒരു കാക്കനെ പോലെ കോങ്കണ്ണൻ. ഞാൻ കണ്ടിട്ടില്ലേ? എനിക്ക് കാണും വേണ്ട, ഞാൻ പറയണ് കേട്ടതാ. പറഞ്ഞോണ്ട് വന്നിട്ട് ഇപ്പോൾ ലക്ഷ്യമയുടെ മോളയുടെ സംബന്ധക്കാരൻ്റെ കൂട്ടാ ഞാൻ പറയണ്. അത്രയ്ക്ക് ഇൻ്റെ ബുദ്ധി. തോണിയില പോകുമ്പോൾ തോണി തുഴയണ മനുഷ്യൻ എൻ്റെ മോന്തയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ നോട്ടച്ചാലോ വല്ലാത്തൊരു ഇൻ്റെ മോറ് തുളയണ പോലെ. കുറേ നേരം ഞാൻ സഹിച്ചു. പിന്നെ ഞാൻ എല്ലാവരും കേക്കച്ചിൽ അടപ്പേല ലക്ഷ്യമോട് പറഞ്ഞു. അറിയാണ്ട് ചോദിക്കാട്ടാ, ലക്ഷ്യമേ, തോണി കുത്തുമ്പോൾ ദൃഷ്ടി പെണ്ണുങ്ങളുടെ മോന്തയ്ക്കാവണമെന്ന് വല്ല നിയമമുണ്ടാ? ലക്ഷ്യമ്മ ചിറിച്ച് ഉരുണ്ടു. ലക്ഷ്യമ്മ തിരിഞ്ഞിരുന്നു. എന്നിട്ട് ചോദിക്കുക, കേട്ടില്ല ശങ്കുണ്ണിയാരെ ജാനുവിൻ്റെ ചോദ്യം? അതിന് ഉത്തരം പറയേണ്ടത് നിങ്ങളാ. അയാളുടെ പേരാ ശങ്കുണ്ണിയാര്. ഞാൻ അപ്പളേ അറിഞ്ഞുള്ളൂ. എൻ്റെ വിചാരം തോണിക്കാരൻ താമൻ്റെ വല്ലൂരും ആവുമെന്ന് പറഞ്ഞു. താമൻ പനി പിടിച്ച് കിടപ്പിലേർന്ന്. അതുകൊണ്ടാ ഈ ശങ്കുണ്ണിയാര് പുറപ്പെട്ട് ലക്ഷ്യമ്മയുടെ ചാർച്ചക്കാരന് അത്രേ മാടമ്പിലെന്ന് പറയൂ. ഞാൻ ആദ്യം കണ്ടപ്പോൾ എന്താ പറയണ്ട്, നിറം കറുത്തിട്ടുമല്ല വെളുത്തിട്ടുമല്ല, ഒരു ഇരുനിറം, ഓത്ത തടിയും പൊക്കൂ, നെഞ്ഞത്തൊക്കെ പണച്ചുണങ്ങ, കാതിൽ ചോർന്ന കല്ല് വെച്ച കടുക്കിനും ഉണ്ട്. പല്ലിന് മാത്രം കുറച്ച് ദൂഷ്യമുണ്ട്, മുറുക്കിയിട്ടാന്നാ തോന്നണ്. ഒക്കെ കറുത്തെടുക്കണം. എന്നാലും ചിരിക്കുമ്പോൾ വലിയ മടുത്തൊന്നുമില്ല. ഏതായാലും ലക്ഷ്യമയുടെ വാക്ക് കേട്ടപ്പോൾ ഈ ശങ്കുണ്ണിയാരെ അങ്ങോട്ട് ഇല്ലാണ്ടായിട്ടോ. ഞാനാരെ നോക്കിയില്ല. അയാൾ പറയാ നോക്കിന്ന്. ആരെങ്കിലും ഇപ്പോൾ പറഞ്ഞോ? അതേപ്പോ നന്നായി. ഞാൻ പറഞ്ഞു നോക്കണമെന്ന്. നിയമണ്ടാന്നല്ലേ ചോദിച്ച്? നിയമമൊന്നുമില്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നോക്കാൻ തോന്നും. അയാൾ പറയാ നോക്കിക്കോളി, നല്ലോണം നോക്കിക്കോളി, പക്ഷെ ഇന്ന വേണ്ട. നോക്കിയാ എന്താ ചെയ്യാ? അയാൾ ചോദിക്കുക. നോക്കിയാ നിങ്ങൾ കേസ് കൊടുക്കുക. ഓ, വല്ലാത്തൊരു മനുഷ്യൻ. നാണോ ഇല്ല, ഒന്നുമില്ല. ഏതായാലും ചാവക്കാട് എത്താറാക്കുമ്പോഴേക്ക് ഓരോന്നും പറഞ്ഞ് ചിറിച്ച് സമയം പോയത് ഒട്ടറിഞ്ഞില്ല. തോണിന്ന് എല്ലാവരും ഇറങ്ങുമ്പോൾ ശങ്കുണ്ണിയാർ എൻ്റെ കയ്യെ പിടിച്ചിറക്കി. ഞാൻ തന്നെ ഇറങ്ങാം, ഇക്ക് പേടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എന്നാ ഇക്ക് പേടിയുണ്ട്. അയാൾ പറയാ. ഞാനങ്ങിട്ടില്ലാണ്ടായി. പക്ഷെ ആരും കേട്ടില്ല എന്ന് തോന്നണു. കമലാക്ഷി ഇല്ലേ, ആ കോന്ത്രാമ്പലി, ഓൾക്ക് മാത്രം ഒരു വെല്ലായ. ശങ്കുണ്ണിയാർ എൻ്റെ കയ്യിൽ പിടിക്കണതും എന്നോട് ഓരോന്ന് പറയണതും ഒക്കെ ഓള് കാണണ്ടേ. ഏതായാലും ഞങ്ങൾ നടന്ന് അത്താണിക്കിലെത്തിയപ്പോൾ അടപ്പേരെ ലക്ഷ്യമ പറയുക, ഇക്കാശേഷം വയ്യ, ഒത്തിരി ചായ കുടിക്കാണ്ടേ ഒരൊറ്റ അടി ഞാൻ ഇനി വെക്കില്ലാന്ന്. അപ്പോൾ ശങ്കുണ്ണിയാർ പറഞ്ഞുന്നാ എല്ലാവരും വരി, ഈ ചായപ്പീടിയയിൽ കയറാന്ന്. ചായപ്പീടി വെച്ചാൽ വല്ലാത്തൊരു പീടിയാ. 5-8 ആണുങ്ങളുണ്ട് ഒരു വെഞ്ചുമ കുത്തിരിക്കുന്നു ചായയും കുടിച്ചോണ്ട്. ഒരാളമാറയിലുണ്ട് വടയും കുറപ്പിട്ടു. ശങ്കുണ്ണിയാർ ആദ്യം കയറി. ഇങ്ങോട്ട് കയറിക്കോളി, പീടിയക്കാരൻ പറഞ്ഞു. ആദ്യക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു. എന്നാലും രാവിലെ കാപ്പിട വെള്ളം കൂടി കുടിക്കാതെ പുറപ്പെട്ടതല്ലേ, തല ചുറ്റിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഞങ്ങളൊക്കെ ഒരു പാകത്ത് ഒതുങ്ങിയിരുന്നു. അപ്പോൾ നമ്മുടെ കോന്ത്രമ്പല്ലി കമലാക്ഷി ഉണ്ട് ശങ്കുണ്ണിയാരുടെ അടുത്തേക്ക് ചേർന്ന് ഇരുന്ന് അയാളുടെ മുഖത്തേക്കേ നോക്കി ചിരിക്കണു. ആയ്യ, നാണല്ലാത്ത വക. പീഡിയയിലുള്ളവരൊക്കെ അത് കണ്ടു എന്ന് പറഞ്ഞാൽ പോരെ. അവൾക്കെന്താ കമലാക്ഷിയുടെ സംബന്ധക്കാരനാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കമലാക്ഷിയെ ഞാൻ പറഞ്ഞു, കമലാക്ഷിയെ ഏറെ അങ്ങനെ ചിരിക്കണ്ട, ആ പല്ലൊക്കെ ചായയിൽ വീഴുന്നു. അപ്പോൾ ഓൾ അങ്ങോട്ട് ഇല്ലാണ്ടായി. ശങ്കുണ്ണിയാരും അപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു കണ്ണീർക്ക്. വേലാതൊരു മനുഷ്യൻ. ചായയുടെ കാശൊക്കെ ശങ്കുണ്ണിയാർ കൊടുത്തു. എല്ലാവരുടെയും കൂടി എണ്ണി നോക്കിയപ്പോൾ 1.25 ഉറുപ്പിയായി. അപ്പം അറിയാലോ എത്ര മേടിച്ചുന്ന്. അടപ്പല ലക്ഷ്യമ്മ ഒരൊറ്റ ആളെന്നെ തിന്നു 6 വടയും 2 കഷ്ണം വീട്ടു. ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചു. ഇക്ക് ഒന്നും തിന്നാൻ തോന്നിയില്ല. ഇക്ക് അല്ലേലും പുറത്തവിടുന്ന് ഒന്നും കഴിക്കാൻ വയ്യ. ഞാൻ അങ്ങനെയാ ശീലിച്ചത്. എൻ്റെ അടുത്ത പെണ്ണുങ്ങൾ ചായപ്പൊടിയിൽ പോയി ചായ മേടിച്ച് കുടിക്കൂല്ല. ആണുങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കൂല്ല.
വല്ല ജോലി നോക്കുക. അത് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കുത്തിരിക്കുക, അമ്മാമ്മ വരച്ച വരെ. ശരി ശരി, ഞാൻ മറന്നു കേട്ടോ. കഥ മുഴുവനാക്കണതിൻ്റെ മുമ്പേ ഞാൻ അമ്മാമ്മയുടെ കഥയാണ് പറയണത്. അത്രയ്ക്കുണ്ട് എൻ്റെ ബുദ്ധി. ഏതായാലും ഞങ്ങൾ ആ പീടിയെന്ന് പുറത്ത് കിടന്ന് പിന്നെ ഒരു തോട്ടുകൂടി അമ്പലത്തേക്ക് നടന്നു. അപ്പോഴേക്കും നല്ല വെയിലയക്കണു. എൻ്റെ ജാക്കറ്റ് നനഞ്ഞു. പുറത്ത് പൊട്ടിയോണ്ട് ഞാൻ ആ ചോന്ന സിൽക്കിൻ്റെ ജാക്കറ്റാണ് ഇട്ടറിഞ്ഞത്. മറ്റവരൊക്കെ സാധാരണ തുണിയാർന്ന് ഓയിലെന്ന് തോന്നണം കേട്ടോ. കമലാക്ഷിയുടെ ജാക്കറ്റ്. ഏതായാലും ഞങ്ങൾ അമ്പലക്കുളത്തിൽ ഇറങ്ങി നല്ലോണം ഒന്ന് കുളിച്ചു. ശങ്കുണ്ണിയാർ മറ്റേ കടവിൽ നിന്ന് വിളിച്ചു പറയുക, ജാനുവമേ ആ ചെയിൻ ഊരി വെച്ചിട്ട് കുളത്തിലിറങ്ങിയാൽ മതിയെന്ന്. അപ്പോൾ അടപ്പേലെ ലക്ഷ്യമ്മ ചോദിക്കുക, അല്ല ഞങ്ങളുടെ ആരുടെയും ചെയിനൊന്നും കുളത്തിൽ പോവില്ല എന്നുണ്ടോ? ജാനുവിൻ്റെ ചെയിനേ പോവൂ. നിങ്ങളെയൊക്കെ ചെയിൻ സ്വർണ്ണമല്ലല്ലോ. അതാണ്ടാ ഞാൻ പറഞ്ഞത് ശങ്കുണ്ണിയാർ. അടപ്പേലെ ലക്ഷ്യമ്മയുടെ മോറ് വല്ലാണ്ടായി. പക്ഷേ ആയമ്മ പറയുക, വീട്ടിലെ ഞങ്ങൾക്കൊക്കെ മുക്ക് കെട്ടാനേ യോഗമുള്ളൂ. ഞങ്ങളാരും ആരാൻ്റെ വീട്ടിലെ നിലം തുടയ്ക്കാൻ പോണില്ല എന്ന്. ആരാൻ്റെ നിലം തുടയ്ക്കണവൻ്റെ കുറവ് ഞാൻ സഹിച്ചോളാം. അതിന് നിങ്ങൾക്ക് എന്താ ചെയ്തെന്ന് ഞാൻ ചോദിച്ചു. നിങ്ങളുടെ തൊഴിലൊന്നുക്കി വെച്ചില്ല, അതുകൊണ്ടാണ് നിലം തുടയ്ക്കാൻ ഇറങ്ങിയത്. ലക്ഷ്യമ്മയുടെ മോറ് കാണണ്ടായിരുന്നു. ആയമ്മ അങ്ങോട്ട് ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ പോരെ. എൻ്റെ തൊഴിൽ എന്താന്നാ പറഞ്ഞുകൊണ്ട് വരണേ ജാനുവോ? അവർ ചോദിക്കുക എന്നോട്. അതിപ്പോ പറയണില്ലെന്നോ? ഞാനും പറഞ്ഞു. പാറൊക്കെ പറയാണ്, തർക്കിക്കാൻ നിൽക്കാണ്ട വേഗം കുളിച്ചോളിന്ന്. ഈ സമയത്തൊക്കെ അങ്ങേ കടവുന്ന് ശങ്കുണ്ണിയാർ എൻ്റെ മേത്ത് നോക്കി ചോര കുടിക്കുക. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇത്ര നാണമില്ലാത്തൊരു മനുഷ്യൻ. തൊഴാൻ നിൽക്കുമ്പോൾ എൻ്റെ ചൊല്ല് ഒരാൾ ഒരൊറ്റ തട്ട്. എനിക്ക് ദേഷ്യം വന്നു. ഉന്തും തള്ളും തുടങ്ങിയാന്ന് ഞാൻ ചോദിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ ശങ്കുണ്ണിയാരാ. നിങ്ങൾക്ക് നാണല്ലേ ശങ്കുണ്ണിയാരെ പെണ്ണുങ്ങളെ തിക്കാൻ? അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുക. കമലാശി അതൊക്കെ കണ്ടിരുന്നു. ഓള് നാരായണ നാരായണ എന്ന് ജീവിച്ച് നടക്കില്ല നിൽപ്പ. പക്ഷെ ദൃഷ്ടിയൊക്കെ ഇവിടേക്കാ. അടപ്പയിലെ ലക്ഷ്യമ അപ്പോൾ പറയാ, ശൃംഗരിക്കൽ ശ്രീകോവിൽ വെച്ച് വേണ്ട. ആരാപ്പോടെ ശൃംഗരിക്കണ്? ഞാൻ ചോദിച്ചു. നിങ്ങളുടെ മോളാ? എൻ്റെ മോളുടെ പേര് പറയണ്ടെന്ന് ലക്ഷ്യമ്മ. എന്താ പറഞ്ഞ എന്നെ വല്ലൊരു കൊല്ലുവോ എന്ന് ഞാനും ചോദിച്ചു. തർക്കിക്കാണ്ടേ വേഗം തൊഴുതു പോരിന്ന്. അപ്പോൾ പാറു. ഏതായാലും തൊഴിലും വഴിപാടും ഒക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ നട്ടുച്ച ചായപ്പീടിയെ കയറി പലഹാരം കഴിക്കാമെന്ന് പാറു പറഞ്ഞു. പലഹാരവും കഴിക്കണ്ട, ചായയും കഴിക്കണ്ട, കുറച്ച് ചോറുണ്ടാന്ന് ശങ്കുണ്ണിയാർ പറഞ്ഞു. ഗുരുവായൂരെ ഹോട്ടലുകൾ പോലെ നല്ല ഹോട്ടലുകൾ എവിടെയും കാണില്ല എന്ന് ശങ്കുണ്ണിയാർ പറഞ്ഞു. അയാൾ പോവാത്ത ദേശമില്ല. കാശി, രാമേശ്വരം, പഴനി, തിരുവില്ലാമല, എന്തിനു പറയണു മാതേക്കുട്ടിയമ്മേ, ഒരു സ്ഥലവും ബാക്കി വെച്ചിട്ടില്ല. തമിഴ് പറയണ കേട്ട തമിഴനാന്നേ തോന്നുന്നു. എന്നോടല്ല പറഞ്ഞത്, മുണ്ടുകാരൻ ചെട്ടിയോടാ. ചെട്ടി പറഞ്ഞ പടിഞ്ഞാറേ നടക്കിൽ ഒരു പീടികയെ കുത്തിയിരിക്കുകയായിരുന്നു. ശങ്കുണ്ണിയാരെ കണ്ടപ്പോൾ ചെട്ടി ഓടി വന്ന് അയാളെ ചോലി പിടിച്ച് ഒരുകൂട്ടം പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ആഴ്ച വരാമെന്ന് പറഞ്ഞിട്ടും വന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ശങ്കുണ്ണിയാർ അയാളോട് തമിഴിൽ വർത്താനം തുടങ്ങി. മാപ്പാക്ക വേണ്ടു, കോപ്പാക്ക വേണ്ടു, കേൾക്കാൻ നല്ല രസം. ഇക്ക അറിയില്ല, ഇക്കോട്ട് പഠിക്കും വേണ്ട. ഇക്ക് കോയമ്പത്തൂരൊന്നും പോയി പാർക്കല്ലേ ലേശം മോഹല്ല. ഇക്ക് ഈ ജാതിക്കാരെ കണ്ടുകൂടാ. ഈ ചെട്ടിച്ചോളെ മറ്റൊക്കെ കണ്ടേ കൂടാ. ശനിയാഴ്ച പഠിക്കൽ ഓരോന്ന് എഴുന്നള്ളണ് കാണണം. കുട്ടിയോളെ പൊക്കണത്തിലാക്കി അമ്മ അമ്മ എന്ന് വിളിച്ച് തൊള്ളയിട്ടുണ്ട്. ഒക്കേറ്റ നേരം പിടിച്ച് ജോലി കൊണ്ടുപോയി ഇടണം. കാക്കക്കുറത്തിയോള് കണ്ണ് തെറ്റിയാൽ കഴിഞ്ഞു. സാമാനമൊക്കെയും കക്കും. ഇൻ്റെ എണ്ണക്കിണ്ണം കെട്ടിക്കര വെച്ച് ഞാൻ ഒന്ന് തിരിഞ്ഞപ്പോഴേക്കും അത് ഒരുത്തിയുടെ വാണ്ടത്തിലായി. കഥ ശരി എന്നെ കഥ പറഞ്ഞ് ഇപ്പോൾ എണ്ണക്കിണ്ണം വരെ എത്തി. അത്രയ്ക്കുണ്ട് എൻ്റെ ബുദ്ധി. അപ്പോൾ ഞങ്ങൾ തൊഴാൻ പോയിട്ട് തൊഴലും കഴിഞ്ഞ് ഹോട്ടലിൽ പോയി സുഖമായിട്ടൊന്നും ഉണ്ട്. അതിന് കാശ് എല്ലാവരും പങ്കിട്ട് കൊടുത്തു.
ഒടൂലിൻ്റെ കയ്യിൽ 3.5 ഉറുപ്പ്യ ബാക്കിയായി. അതുകൊണ്ടൊരു ശീല വാങ്ങാമെന്ന് കരുതി ഒരു പീടിയെ പോയപ്പോൾ കമലാക്ഷി പറയാന്ന്, എന്ത് ശീലയാ 3.5 ഉറുപ്പ്യക്ക് കിട്ടുക, ഇപ്പോൾ വില കൂടിയ കാലമാണ്, കിട്ടുമോയെന്ന് നോക്കട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഏതായാലും ശീലത്തരങ്ങൾ നിരത്തി അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശങ്കുണ്ണിയാർ പറയാണ്, ജാനുവമ്മേ നിങ്ങൾ എന്ത് സെൻറ്റാ ഉപയോഗിച്ചിരിക്കണ്, എനിക്ക് തല തിരിയണ പോലേന്ന്. ഞാൻ സെൻറ്റ് ഉപയോഗിച്ചങ്ങക്കെന്താ തല തിരിച്ചില്ലെന്ന് ഞാനും ചോദിച്ചു. എൻ്റെ അടുത്ത് വരാഞ്ഞാൽ മതിയല്ലോ, അടുത്തേക്ക് വരാണ്ടിരിക്കാനും തോന്നണില്ല. അയാൾ പറയുകയാണ്, ഇൻ്റെ മാധവിക്കുട്ടിയമ്മേ ഇത്ര നാണോ മാനമില്ലാത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ആ പീടിയെ കുത്തിയിരുന്ന് ഇൻ്റെ ചൊല്ലാത്തട്ടലും ഇൻ്റെ തലമുടി വലിക്കലും ഒക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. എനിക്ക് ദേഷ്യം വന്നു, കരച്ചിലും വന്നു, വലിയ കുറച്ചിൽ. ഈ പട്ടണ പരിഷ്കാരം ഒന്നും ഇവിടെ എഴുന്നള്ളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. പരിഷ്കാരമുള്ളവരുടെ അടുത്ത് ഞാൻ പരിഷ്കാരം എഴുന്നള്ളിക്കുന്നു ശങ്കുണ്ണിയാരും പറഞ്ഞു. എൻ്റെ ജാക്കറ്റ് കണ്ടിട്ട് അയാൾക്ക് മനസ്സിലായതായിരിക്കും ഞാൻ പാറുവിൻ്റെയും കമലാക്ഷിയുടെയും സമ്പ്രദായക്കാരില്ലയെന്ന്. തുന്നിക്ക് വെച്ചാൽ നന്നായി തുന്നിക്കണം, ആർന്ന കൊടുത്താൽ എന്താ? അല്ല മാധവിക്കുട്ടിയമ്മേ, എൻ്റെ ജാക്കറ്റ് തൃശ്ശൂർക്കാരൻ വേലായുധം തുന്നിയതായിരുന്നു. ആ ചുവന്ന സിൽക്കിൻ്റെ കുറച്ച് കുടുക്ക, എന്നാലും എനിക്ക് ഇഷ്ടമാണ്. ശങ്കുണ്ണിയാർ എൻ്റെ അടുത്ത് ചേർന്നുകൊണ്ട് കുത്തിയിരിക്കണ കണ്ടിട്ട് പീഡിയക്കാരൻ പറയാണ്, ദേ ഇരിക്കണു പ്രേം നസീറും മിസ് കുമാരിന്ന്. സിനിമാക്കാരെ പേരാ. ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി. ശീല മേടിച്ചിറങ്ങുമ്പോഴേക്കും വൈകുന്നേരമായി. ശങ്കുണ്ണിയാർ വീടി വാങ്ങാൻ ഇറങ്ങിയതാ. പിന്നെ പൊടി ഇട്ട് നോക്കിയാൽ കാണാണ്ടായി. ഒടുവിൽ വീട്ടിലേക്ക് മടങ്ങാൻ എന്താ വഴിന്നായി. തോണി കുത്താൻ ചാവക്കാട്ടുനിന്ന് ഒരു ചെക്കനെ വിളിച്ചു. 12 അങ്ങനെ പോയി. ശങ്കുണ്ണിയാരെ കാണാത്തോണ്ട് ദുഃഖം കമലാക്ഷിക്കായിരുന്നു. ഓള് തോണിയിലിരുന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ വെള്ളം നിറക്കിയ അത് കയ്യുണ്ട് തുടക്കിയ. ഓളക്ക് അയാളെ സ്നേഹിക്കും പാവം. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ മാധവിക്കുട്ടിയമ്മേ, ആ ശങ്കുണ്ണിയാർ അടപ്പയിലെ കമലാക്ഷിയെ കല്യാണം കഴിക്കില്ലേ? ഇക്ക് തീർച്ചയുണ്ട് അയാൾ ഇത്തിരി പരിഷ്കാരിയാ. ഏതായാലും മടങ്ങി വരുമ്പോൾ പാറു ചോദിച്ചു, ജാനോമയുടെ ചെയിനോ? എൻ്റെ ഗുരുവായൂരപ്പാ, എന്നെ പറ്റിച്ചോ? ഞാൻ ചോദിച്ചു. മുക്കാപ്പ അവൻ്റെ ചെയിനാണല്ലോ, ഇനി എത്ര കാലം പണിയെടുക്കണം അത്തരം ഒരു ചെയിൻ ഉണ്ടാക്കാൻ? തിരയാൻ എവിടെ പോവാനാ? തോണിയിലൊക്കെ തെരഞ്ഞു. കണ്ണീരും കൈയായിട്ട് മടങ്ങി. ഇനി ഞാൻ പോയില്ല ഗുരുവായൂർക്ക്. എനിക്ക് അതൊന്നും മറക്കാൻ കഴിയില്ല. എൻ്റെ ചെയിൻ കടികാര ചെയിനായിരുന്നു. മാധവിക്കുട്ടിയമ്മയ്ക്ക് ഓർമ്മയില്ലേ എൻ്റെ ചെയിൻ? അപ്പം തന്നെ തോണി മടക്കിയിട്ട് അവിടെയൊക്കെ തിരഞ്ഞാൽ കിട്ടുമായിരുന്നു. ശങ്കുണ്ണിയാർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ തിരഞ്ഞെടുത്ത് തന്നേനെ. അയാളൊരു സ്നേഹമുള്ളവനാ. അത് എനിക്ക് ഇഷ്ടമുണ്ട്. സ്നേഹം ഉണ്ടായി ബാക്കിയൊന്നും വേണ്ട എൻ്റെ മാധവിക്കുട്ടിയമ്മേ. ഇത് 1966 കാലഘട്ടത്തിൽ എഴുതിയ ഒരു കഥയാണ്. അടുത്ത കഥ ജാനു ഡൽഹിയിൽ എന്ന കഥയാണ്. ജാനു ഡൽഹി. ഇന്നാള് കുട്ടി കിടന്നുറങ്ങുമ്പോൾ കമലൂട്ടിയമ്മ പറയേ, ദോക്ക് ജാനു, നീ കഥ എഴുതിയിട്ട് കാലം മറന്നൂലാന്ന്. ഈയല്ലേ പണ്ട് ഒന്നാമതൊരു ഒരു കഥ എഴുതിയിട്ട് നർമ്മദയ്ക്ക് അയച്ചത്? ഇപ്പം അതൊക്കെ നീ മറന്നോ? എഴുതിയെന്ന് പറയണത് ശരിയല്ല കമലൂട്ടിയമ്മ. ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നത് കമലൂട്ടിയമ്മ കടലാസിൽ എഴുതിക്കൂട്ടി നർമ്മദയ്ക്ക് അയച്ചു. അത്രല്ലേ ഉള്ളൂ. ഞാൻ എഴുതിയെന്ന് പറയാൻ വയ്ക്കുക. അപ്പം കമലൂട്ടിയമ്മ പറയാണ്, അങ്ങനെ അച്ഛ അങ്ങനെ ആവട്ടെ, ഇനി ഒരു കഥ പറഞ്ഞതാ ഞാൻ എഴുതാന്ന്. ഇൻ്റെ കഥയൊക്കെ കഴിഞ്ഞില്ല കമലൂട്ടിയമ്മേ. ഇൻ്റെ ചെയിനും പോയി, 3 കല്ല് വെച്ച കമ്മലും പണയം വെച്ചു. ഇനിക്ക് എന്ത് കഥയാ? ഇനി ഈ ഡൽഹിയിൽ കുറച്ച് കൂടട്ടെ, എന്നിട്ടാവാലോ കഥയൊക്കെ. 4 കാശുണ്ടാക്കാൻ വെച്ചിട്ട് പോന്ന തന്നെയാ. ഇല്ലെങ്കിൽ ഇന്ന കെട്ടിട്ടടിച്ച ഞാൻ വിടില്ല നാടും കൂടി. ഇക്ക് ഈ പരിഷ്കാരവും പട്ടണവും ഒന്നും കണ്ടൂടാ. ഇക്ക് ഒട്ടും പരിഷ്കാരിയാവും വേണ്ട. തെക്ക് വയലിലെ ദാക്ഷാണിയെ കണ്ടില്ലേ? ഇപ്പോൾ എന്തൊരു മുഖശ്രീയായിരുന്നു. ഇപ്പോഴോ തലയും ചപ്പറച്ചിട്ട് ചെട്ടിച്ചോളം ചോന്ന ചേലയും ചുറ്റിയിട്ടൊരു ഭൂതം പോലെ ഓടിപ്പാഞ്ഞ് നടക്കണുണ്ടോ? ഗ്രാമസേവിക അത്ര. ഇതെന്ത് സേവിയാ? ഞാൻ ഓളോട് ചോദിച്ചു. ഇതെന്ത് സേവിയ ദാക്ഷാണിയെ? ഈ ഗ്രാമസേവ എന്ന് വെച്ചാ
ഒളിസേവാന്ന് കേട്ടിട്ടുണ്ട്. ഇത് കേട്ടിട്ടില്ല ഏട്ടാ. ഓളെപ്പോ അങ്ങോട്ട് ഇല്ലാണ്ടേ. ഞാൻ അപ്പളേ പറഞ്ഞെടുക്കണു ഓളുടെ അമ്മയോട്, അതൊരു പാവം തള്ളിയാണേ. കുറ്റമൊക്കെ ആ കോന്ത്രമ്പല്ലൻ്റെ ആ രാമനായരില്ലേ, ദാക്ഷായണിയുടെ അമ്മാമ, അയാൾക്ക് കാശ് വെച്ചാൽ ജീവനാ. അപ്പോൾ ഞാനെന്തേ പറഞ്ഞു വന്ന്, ആ ദാക്ഷായണിയുടെ തള്ള എന്നെ വൈകുന്നേരം വിളിച്ചു. ഞാൻ ചെറയിൽ കുളിക്കാൻ പോവായിരുന്നു, അമ്പലച്ചിറയിലേ. എനിക്ക് കുളവും കിണറും ഒന്നും പിടിക്കില്ല. എനിക്ക് നല്ല വൃത്തിയുള്ള വെള്ളം വേണം കുളിക്കാൻ. പിന്നെ ഞാൻ ഒരു കെട്ട് തുണിയും കൊണ്ടല്ലേ പോക്ക്. നിത്യം ഒരു 30 തുണി ഉണ്ടാവും തിരുമ്പ. അതോ ഒന്നെങ്കിലും ശരിയായില്ല ചക്കി വല്യമ്മട ചീത്ത കേൾക്കാം വയറ് നിറച്ച്. വല്യമ്മട മട്ട് കമലൂട്ടിയമ്മയ്ക്ക് അറിയാലോ, തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. പക്ഷെ എന്താ ഒരു സജ്ജനാണേ, ഉള്ളിലൊന്നും നിൽക്കില്ല. അതുകൊണ്ട് തൊള്ള പൊളിക്കണമെന്നേ ഉള്ളൂ. എപ്പോൾ ചോദിച്ചാലും എനിക്ക് കാശ് തരും. ചിലപ്പോൾ വല്യമ്മയുടെ ചെല്ലത്തിൽ കാശുണ്ടാവില്ല, പിന്നെ എങ്ങനെ തരാനാ? എന്തൊരു സ്ഥായിയാ. ഇക്ക് അതൊക്കെ ആലോചിക്കുമ്പോഴേ ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുക. കാശാ വലുത് അതോ സ്ഥായിയാ? ഏയ്, ഇക്ക് ഇവിടെ അസ്കിരിയൊന്നുമില്ല. എനിക്ക് സുഖം തന്നെയാ കമലുട്ടിയമ്മേ. ഇക്ക് ഒന്നിൻ്റെയും കുറച്ചിലില്ല. ഗുരുവായൂരപ്പനാണ് സത്യം. ഇക്ക് സുഖമാണ്. എന്നാലും അവനാൻ്റെ നാടും കുടിയും വിട്ട് ഇത്ര ദൂരം വരേണ്ടിരുന്നില്ല എന്ന് എനിക്ക് തോന്നുക. ഇൻ്റെ ഒരു തോന്നൽ. ഇക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് തോന്നുക കമലുട്ടിയമ്മേ. ഇക്ക് വല്ല പഠിപ്പുണ്ടോ? എൻ്റെ അമ്മാമ്മ വേലുട്ടിയാരേ, വേലു അമ്മാമ്മ പറയണ്ടായിരുന്നു, ഈ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും സ്കൂളും പോവില്ല, സിനിമ കൊട്ടാലിക്കും പോവില്ല. പെണ്ണുങ്ങളായാൽ കുറേ അടക്കവും ഒതുക്കവും വേണം. ബാക്കിയൊന്നുമില്ലെങ്കിലും സാരില്ല. ഞങ്ങൾ പാവിട്ടംകുളങ്ങര വേലയ്ക്ക് വേലുമാമ കാണാണ്ടേ പോയിട്ട് മടങ്ങണ നേരത്ത് ആ തോട്ടിക്കൂടി ഉണ്ട് നടന്നുകൊണ്ട് വരുന്നു. ആര്? അമ്മാമ്മ. ഓ, അമ്മാമ്മയെ കണ്ടിട്ടില്ലല്ലോ കമലുട്ടിയമ്മ. എന്തൊരു ശൂര പുരുഷനാർന്ന്. ഞാനും എൻ്റെ അനിയത്തിക്കുട്ടിയും കിടന്ന് വരയ്ക്കുക. പിന്നോക്കം പോകാനും വയ്യ, ഒറ്റടി മുമ്പിക്കും വെക്കാനും വയ്യ. അങ്ങനെ ഒരു സ്ഥിതി. എൻ്റെ ഗുരുവായൂരപ്പ, ഇക്ക് അന്ന് കിട്ടിയ തല്ലും കിഴുക്കും എനിക്ക് ഇപ്പോൾ ആലോചിച്ചാൽ എന്നെ തല തിരിയണു. എന്താ കമലുട്ടിയമ്മേ ആ കഥ പറയാൻ പുറപ്പെട്ടു, ഇപ്പോൾ പാവട്ടംകുളങ്ങര വേലയ്ക്ക് പോയതാ പറയണത്. അത്ര കണ്ട് എൻ്റെ ബുദ്ധി. ഇക്ക് പഠിപ്പൊന്നുമില്ലല്ലോ. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കായിരുന്നു. ആ സുകുമാരമാഷില്ലേ നൊടിക്കാലേ, അയാൾ കുറേ പറഞ്ഞതാ ഞാൻ പഠിപ്പിക്കാം, ഞാൻ എന്നെ വലിയ കേമത്തിയാക്കാന്നൊക്കെ. ഇക്കെന്താ സമയം കിട്ടണു? പോലർച്ച തുടങ്ങണ പണി രാത്രി എപ്പോഴാണ് അവസാനിക്കുക? പാത്രം മോറി കൊടുക്കുമ്പോൾ 11 അടിക്കണത് കേൾക്കാം, എന്നിട്ടല്ലേ ഇംഗ്ലീഷ് പഠിക്കുക. അയാളത്ര നല്ലോനൊന്നും അല്ല കമലുട്ടിയമ്മേ. ഇന്നെ കണ്ടോടം വെച്ച് മാടി വിളിക്കല തൊഴിൽ. എന്നിട്ട് ഓരോന്നും ചോദിച്ചോണ്ടിരിക്കൂ. മാസപ്പടി എത്രയാ, എന്തേ കയ്യിലെ തോലൊക്കെ പോയി, ഇങ്ങനെ ജോലി എടുത്താൽ ശരീരം മോശാവില്ലേ എന്നൊക്കെ. വല്ലാത്തൊരു മനുഷ്യൻ. എനിക്ക് പിന്നെയാണ് മനസ്സിലായത് അയാളൊരു മോശക്കാരനാന്ന്. എങ്ങോട്ട്? എന്നോട് പണിക്കരാ പറഞ്ഞു തന്നത്, മരുന്നുകാരൻ പണിക്കരേ. പണിക്കര് പറഞ്ഞു സുകുമാരൻ മാഷ് കമ്മ്യൂണിസ്റ്റ് അത്രേ, അയാളായിട്ട് ലോഗ്യം കൂടണ്ട, അത് ഗ്രഹപിഴയിലെ കലാശിക്കൂന്ന്. ഇക്കാരായിട്ട് ലോഗ്യല്ല പണിക്കരെ, ആലോഗ്യം കുറച്ചൊക്കെ ഉണ്ടേനിയുമെന്ന് ഞാൻ പറഞ്ഞു. അതെന്താണെന്ന് പണിക്കരു? നിങ്ങൾ എൻ്റെ കാര്യത്തിൽ തല ഇടണ്ട പണിക്കരെ. നിങ്ങൾ ഇക്ക് ചെലവിന് തരണില്ലല്ലോ. അയാളപ്പോൾ അങ്ങോട്ട് ഇല്ലാണ്ടായി. എന്നിട്ട് എന്തുണ്ടായി എന്ന് കേൾക്കണ കമലുട്ടിയമ്മേ? ആ പറഞ്ഞതിൻ്റെ 3-ാം പക്കം ഞാൻ ചെറിയ കുളിക്കാൻ പോകുമ്പോൾ പണിക്കരുണ്ട് വരണു, പൂത്ത ചെറിയും കൊണ്ട്. എന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒറ്റ പരിങ്ങൽ. എന്താ പണിക്കരെ? ഞാൻ ചോദിച്ചു. എന്താ എന്നൊരു പരിങ്ങൽ? അയാൾ പിന്നെയും ചുരുക്കിയ. അയാളുടെ ചെറി കണ്ടാൽ തന്നെ കാക്കരിച്ച് മുഖത്ത് തുപ്പാൻ തോന്നും. പല്ലും തേക്കില്ല ശ്രീകരൻ. കോന്ത്രമ്പല്ല ദൈവം തന്നത് അത് സ്വീകരിക്കുക. പക്ഷെ അത് നിത്യോ മുക്കരിട്ടൊന്ന് തേച്ചാലെന്താ നഷ്ടോ? ഇക്ക് ഈ വൃത്തിയില്ലാത്തവരെ കണ്ടൂടാ കമലുട്ടിയമ്മേ. വൃത്തിയും വെടുപ്പും ഇല്ലെങ്കിൽ എന്തിനാ നായർ ജാതിയിൽ ജീവിക്കണ്? കൊളത്തിച്ചാടി അങ്ങനെ ചത്തൂടെ? അപ്പോൾ എന്തേ ഞാൻ പറഞ്ഞായിരുന്നു, പണിക്കര് ഒരു പരിങ്ങൽ. ജാനുവോ അയാൾ വിളിക്കുക ഇന്നെ. അത്രയ്ക്കൊന്നും വേണ്ട പങ്ങമ്പറമ്പത്തെ ശങ്കരപ്പണിക്കരെ. ഞാൻ പറഞ്ഞു ഇക്ക് കൈ ഇളകി. ഇന്നെ ജാനു എന്ന് വിളിക്കുക, അയാൾക്ക് എന്താ അധികാര? അപ്പോൾ അയാൾ പറയാ, ഇൻ്റെ ജാനു, ഇക്ക് അതിനുള്ള അധികാരം ജാന് തരുമോന്ന്. നിങ്ങൾ പറയണതിൻ്റെ അർത്ഥയ്ക്ക് മനസ്സിലാവണില്ല എന്ന് ഞാനും.
ഇന്നെ കല്യാണം കഴിക്കണമെന്ന് പണിക്കരും. നിങ്ങൾക്കല്ലേ ഒരു ഭാര്യ 5-6 കുട്ടികളും അവറ്റൊക്കെ കൊളത്തിക്കൊണ്ടിടാനാ ഭാവെന്ന് ഞാൻ ചോദിച്ചു. ഭാര്യ നല്ല ഭാര്യ. പണിക്കര് പറയാ അതൊരു ഭാര്യ തന്നെയാ. ഇന്നെ കൊല്ലണേൻ്റെ സമയക്ക് അതിനെ തുടർന്നത്. ഒരു വർക്കത്തില്ലാത്ത സാധനം. വായിലെ നാവും മഹാമോശ. ഞാൻ അത്ര നാളും തിക്തം കഷായം കുടിക്കണ പോലെ അങ്ങോട്ട് ജീവിച്ചത് അതിൻ്റെ കൂടി. ഇഞ്ഞിക്ക് വയ്യ, കുറച്ച് സുഖം അനുഭവിക്കാൻ മോഹമായി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ര കാലം കുടിച്ചില്ലേ പണിക്കരെ ആ തിക്തോ, ഇനിയും കുറേ കാലം കുടിക്കുക. കഷായം ചെല്ലട്ടെ കുറേ അകത്ത്, ശരീരം നന്നാവൂലോന്ന്. അയാൾ അങ്ങോട്ട് ഇല്ലാണ്ടായി. എന്നോടാ ശൃംഗരിക്കണ്. എനിക്ക് ഈ കൂട്ടരെ കണ്ടൂടാ കമലൂട്ടിയമ്മേ. പെണ്ണുങ്ങളെ പേര് കേട് വരുത്താൻ വേണ്ടി ഓരോരോ കോമാളിത്തവും കാട്ടി നടക്കണവർക്ക് കണ്ടൂടാ. കല്യാണം അത്ര കല്യാണം സ്വയംവരാണ്. എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു കലി ഇളകണ്. എൻ്റെ കാലിലെ പെരുവരല് മുതല് തല വരെ ഒരു തേപ്പ് കയറാണ്. അത് വന്നാ പിന്നെ ഞാൻ സ്വന്തം ഭദ്രകാളിയാ. തെച്ചുവോ കൊന്നുവോ എന്നൊന്നും പിന്നെ നോട്ടല്ല. എന്തേ കമലൂട്ടിയമ്മ ചോദിച്ച്? കമലൂട്ടിയമ്മോട് എനിക്ക് ദേഷ്യം വരുവേ. ഇതൊന്ത് കഥയാ? എനിക്ക് ജന്മം കമലൂട്ടിയമ്മയുടെ ദേഷ്യം വരുവോ? എനിക്ക് ഇങ്ങടെ തറവാട്ടിൽ ആരോടും ഒരിക്കലും ഒരു ദേഷ്യവും തോന്നില്ല. ആ തറവാട്ട് കിടന്നിട്ട് ചാവണമെന്നേ എനിക്ക് മോഹമുള്ളൂ. എനിക്ക് 2 കാശുണ്ടായതും അവിടെ നിന്നാ, ഞാൻ ഒരാളായതും അവിടുന്നാ. ആവൂ എൻ്റെ കമലൂട്ടിയമ്മേ, ഇങ്ങനത്തെ ചോദ്യമൊക്കെ എന്നോട് ചോദിക്കണമല്ലോ. കഥയാ? ശരി തന്നെ, കഥയുടെ കാര്യം അങ്ങോട്ട് മറന്നു. ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊക്കെ എല്ലാം മറക്കല. എൻ്റെ തൊഴില് ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല. അന്ന് കമലൂട്ടിയമ്മ പെറ്റി കിടക്കണ മുറിയുടെ വാതിക്കൽ ഞാൻ 2 ഉറുപ്പ്യ ചുരുട്ടി വെച്ചിട്ട് അത് മറന്നിട്ട് അങ്ങോട്ട് നടന്നില്ലേ. കുറുക്കി കൊടുക്കാനുള്ള കാശാർന്ന്. മടമ്പിലെ ലക്ഷ്യമമ്മ വന്നിട്ട് ചോദിച്ചപ്പോൾ ഞാൻ കീഴ്പ്പെട്ട് മേപ്പെട്ട് നോക്കുക. എനിക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ മുണ്ടിൻ്റെ മടിയിലാന്നാ വിചാരിച്ചതേ. മുണ്ടും കുടഞ്ഞു അന്നേരം 1.5 കുടഞ്ഞു നിന്നിട്ടെന്താ, കാശ് ജനാലപ്പടിയിലല്ലേ. ലക്ഷ്യമ്മ വെറും കൈയായിട്ടാണ് അന്ന് മടങ്ങിയത്. പിറ്റേ ദിവസം കണ്ടത് ആ കാശ്. ഞാൻ വല്യമ്മോട് പറഞ്ഞപ്പോൾ വല്യമ്മ പറയാ, ജാനുവിന് ഇത്ര പെരുത്ത് വയസ്സായോ ഇങ്ങനെ ഓർമ്മത്തെറ്റ് വരാന്ന്. ശരിയല്ലേ, ചെറുപ്പം ഉണ്ടായിട്ടെന്താ വല്യമ്മേ, ബുദ്ധി വേണ്ടേന്ന് ഞാൻ ചോദിച്ചു. നിനക്ക് വേണ്ടത്ര ബുദ്ധിയുണ്ട്, പരിഷ്കാരമുണ്ട്, ഒക്കെ ഉണ്ട് ജാനുവോ എന്ന് വല്യമ്മ അപ്പം പറഞ്ഞു. അതുകൊണ്ടല്ലേ ഇക്കുറി കുട്ടിയുടെ പ്രസവത്തിന് നാണിയമ്മേ നിർത്താണ്ടെന്ന് എന്നെ തന്നെ നിർത്തിയത്. നാണിയമ്മയ്ക്ക് എന്നോട് അന്നത്തെ തീയതിക്ക് ശേഷം ഒരു പകയാ. എന്നെ കണ്ടൂന്ന് നടക്കില്ല. ചെറല് പോയപ്പോൾ ആയമ്മ മഠത്തിലെ ലീലിയോട് പറയാ, ഞാൻ കേട്ടോട്ടെ ചിട്ടേ, ഇതാ വരുന്നു ഇംഗ്ലീഷുകാരിന്ന്. ഞാൻ വിട്ടുകൊടുക്കുക. എന്താപ്പോ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ഞാൻ ഓർക്ക ചോദിച്ചു. ഇന്ന മാത്രം ഇംഗ്ലീഷുകാരി ആക്കിയതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പറയും. അപ്പോൾ ആയമ്മ പറയാ, ഞാൻ ഒരു തള്ളയല്ലേ, എനിക്ക് പരിഷ്കാരവും ഇല്ല, മുടിപ്പൂവും ഇല്ല, 3 കല്ല് വെച്ച കമ്മലും ഇല്ല. ഇന്ന ആർക്ക് വേണം? ഇപ്പോൾ നടക്കണതൊക്കെ ഇംഗ്ലീഷ് പേരല്ലേ, പണ്ടത്തെ പോലെ അല്ലല്ലോ പെണ്ണുങ്ങൾ പറഞ്ഞത്. എനിക്ക് പുതിയ രീതി അറിയില്ല എന്ന്. എന്നെ പറ്റി പറഞ്ഞോളോ പെരുണ്ടരിക്കാരി നാണിയമേ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്നെ പറ്റി എന്ത് വേണമെങ്കിൽ പറഞ്ഞോളോ, തിന്ന ചോറിന് കൂറില്ലാത്തോളല്ല ഈ ജാനു. അവിടുത്തെ പെൺകുട്ടികളെ പറ്റി വല്ലോ അനാവശ്യം പറഞ്ഞാൽ ഞാൻ വെച്ചേക്കില്ല, നോക്കിക്കോളോ. ഇക്ക് കലി ഇളകിയാൽ തല്ലിയോ ഒന്നും പിന്നെ ഞാൻ ചോദ്യമല്ല. അത് മനസ്സിലായോ? എന്നെ പിടിച്ച് ജയിലിൽ കൊണ്ടുവരിക്കോ സാരല്ലേക്ക് ആരും ഇല്ലാത്തതല്ലേ. എനിക്ക് ഈ തറവാടിനെ പറ്റി വല്ലോരും അനാവശ്യം പറയണ കേൾക്കാൻ വയ്യ കമലൂട്ടിയമ്മേ. ഓരോരുത്തരെ കണ്ണടി എന്താ ശണ്ടാ. ഞാൻ നിത്യം ഈ മിടുക്കനെ ഉപ്പും മുളക് ഒഴിയണത് എന്തിനാച്ചിട്ടാ കമലൂട്ടിയമ്മേ? ഇല്ലെങ്കിൽ അവറ്റ് ഓരോന്നും കരിനാക്കൊണ്ട് ഓരോന്ന് പറഞ്ഞ് കുട്ടിയെ വെച്ചേക്കില്ല. അത്ര മഹാഭാവികളാ നമ്മുടെ നാട്ടില്. എൻ്റെ കൂനുട്ടും കണ്ണടി കുറെ ഭേദം അവിടെ. എൻ്റെ കമലൂട്ടിയമ്മേ, ഒന്നുകൊണ്ട് നോക്കുമ്പോൾ ഈ ഡൽഹി തന്നെയാ നല്ല നാട്. കൂനുട്ടും കണ്ണടിയും കുറച്ച് ഭേദം അവിടെ. ഇവിടെ ഞായറാഴ്ച ഹാജരാവണ ആ മദാമ്മയുടെ കണ്ണ് മാത്രയ്ക്ക് അത്ര പിടിക്കണില്ല. കുട്ടിയെ വാരിയെടുത്ത് ഇപ്പം തിന്നുന്നാ തോന്നാ നോട്ടം കണ്ടാൽ. പെറ്റിട്ടില്ലാച്ചിട്ട് ബാക്കിയുള്ളവരെ കുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ആർത്തി കാണിക്കുക.
നല്ല നല്ല സ്വഭാവമായിരിക്കും. പക്ഷേ വല്ലാത്ത ആർത്തി പിടിച്ച മട്ട അതിന്. എനിക്കല്ലെങ്കിലും ഇത്ര വെളുത്തോരെ വിശ്വാസമില്ല. വെളുത്ത പെണ്ണിനെയും വിശ്വസിക്കരുത്, തുറന്നു വെച്ച പാലിനെയും വിശ്വസിക്കരുതെന്നല്ലേ പണ്ടൊരാൾ പറഞ്ഞെടുക്കണത്. ആരെ പറഞ്ഞു തന്നാ? അത് കിശില്ല കമലുട്ടിയമ്മേ. പണ്ടുള്ളവരൊക്കെ വലിയ അറിവും ബുദ്ധിയുള്ളവരല്ലേ, അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും കിശല്യ. അത് ശരിയാന്ന് എനിക്കറിയാം, അതുകൊണ്ടാ പറയണ്. ദേ നല്ല കഥ പറയലായി കൂട്ടിയോണർന്നു. മിടുക്കൻ, ഉറങ്ങിക്കോളോ. ബാബാ ഉണ്ണിയേ, ബാബാവോ.